അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 24-ാം യൂണിറ്റ് ആയിട്ടുള്ള ഡ്രാമയെക്കുറിച്ചായിരുന്നു നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മദാരിസുൽ മസ്റഹിയ്യത്തു ക്ലാസിക്കിയ വ റൊമാൻസിയ അഥവാ ക്ലാസിക് റൊമാൻറ്റിക് ഡ്രാമകളുടെ കുറിച്ചാണ് പറയാനുള്ളത്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ തന്നെ ഗ്രീക്കിലെ ദിയോസിനിയോസും അതേപോലെ തന്നെ ബാഹൂസ് ഈ രണ്ട് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആചാരങ്ങൾ അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ഡ്രാമ ഉണ്ടായിരുന്നത്. പിന്നീട് അറസ്തു അഥവാ അരിസ്റ്റോട്ടിൽ അതിന് വ്യക്തമായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഈ ഡ്രാമയെ പ്രധാനമായിട്ട് രണ്ട് വിഭാഗമാക്കുകയും ചെയ്തു. ഒന്ന് മൽഹാദ്, രണ്ട് മഅസാദ് അഥവാ ട്രാജഡിയും കോമഡിയും. അന്ന് കാലത്ത് അദ്ദേഹം അതിന് ട്രാജഡിക്ക് വ്യക്തമായിട്ടുള്ള നിയമങ്ങളും വെക്കുന്നുണ്ട്. ട്രാജഡിയിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രദർശിപ്പിക്കുക. അതുപോലെ തന്നെ അതിന് പൂർണ്ണമായിട്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ടാവും. മറ്റുള്ള കഥ പറച്ചിലുകളോ കാര്യങ്ങളോ ഒന്നും സ്റ്റേജിൽ ഉണ്ടാവുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഗ്രീക്ക് ഡ്രാമകൾ വലിയ രീതിയിൽ തന്നെ യൂറോപ്യൻ നാടകങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രീക്ക് ഡ്രാമകളെ കണ്ട് ഫ്രഞ്ച് നാടകം, പ്രത്യേകിച്ച് ഫ്രഞ്ച് ഡ്രാമകൾ അത് കൂടുതൽ പുരോഗമിക്കുകയും ചെയ്തു. 1660 വരെയുള്ള കാലം അഥവാ 1630 മുതൽ 1660 വരെയുള്ള കാലത്ത് വലിയ രീതിയിൽ തന്നെ ഫ്രഞ്ച് ഡ്രാമകൾ പോപ്പുലർ ആയിരുന്നു. ആ കാലത്താണ് മദ്രസു തഖ്ലീദിയ അല്ലെങ്കിൽ മദ്രസു ക്ലാസിക്കിയ എന്ന് പറയുന്നത് ഒരു കാലഘട്ടം തുടങ്ങുന്നത്. അതൊരു സ്കൂളിൻ്റെ പേരാണ്, അഥവാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, മറിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡ്രാമകളെ പൊതുവെ പറയുന്നൊരു ഇതാണ് മദ്രസു ക്ലാസിക്കിയ. ഈ ക്ലാസിക്കിയ സ്ഥാപിക്കുന്നത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു നിക്കോളാസ് എന്ന് പറയുന്ന ഒരാളാണ്. അതിന് അറബിയിൽ അദ്ദേഹത്തിൻ്റെ പേര് ബുവാലോ എന്നാണ് എഴുതാറുള്ളത്. ഏതായാലും അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ആർട്ട് പോയറ്റിക്ക, അറബിയിൽ ഫന്നുഷിയർ എന്ന് പറയും. അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ഡ്രാമയ്ക്കുള്ള നിയമങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിർവചിക്കുന്നുണ്ട്. പിന്നീട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡ്രാമയുടെ കുറച്ച് പ്രിൻസിപ്പൾസ്, കുറച്ച് നിയമങ്ങളാണ് ക്ലാസിക്കിയ ഡ്രാമയുടെ കുറച്ച് നിയമങ്ങളാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഡ്രാമകളിൽ അൽ വഹദാത്തു സലാത്ത് എന്ന് പറയുന്ന അഥവാ 3 യൂണിറ്റുകൾ, അതിന് അറബിയിൽ അൽ വഹദാത്തു സലാത്ത് എന്നാണ് പറയുക. 3 യൂണിറ്റുകൾ വേണം. ഒന്ന് വഖത്ത്, മക്കാന്, അമല്. ഈ 3 കാര്യങ്ങളിൽ യോജിക്കേണ്ടതുണ്ട്. അഥവാ ഡ്രാമ അതിൻ്റെ പ്ലേസ്, അതിൻ്റെ സമയം, അതിൻ്റെ ആക്ഷൻ, ഈ 3 കാര്യങ്ങളും അതൊരു യൂണിറ്റി ഉണ്ടാവണം. അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഡ്രാമയും അതുപോലെ തന്നെ എപ്പിക്കിന് മൽഹമ എന്നാണ് അറബിയിൽ പറയുക. ഈ മൽഹമയുടെയും അതേപോലെ തന്നെ ഡ്രാമയുടെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡ്രാമ ഒരു സൂര്യ കറക്കത്തിൻ്റെ അത്രേ ഉണ്ടാവാൻ പാടുള്ളൂ. ദൗറാൻ ഷംസ് എന്ന് പറയും. അത്രേ ഒരു ഡ്രാമ ഉണ്ടാവാൻ പാടുള്ളൂ. അഥവാ അതിന് 2 രീതിയിൽ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒന്നെങ്കിൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ. അഥവാ ഈ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ ഒരു ഡ്രാമയുടെ സ്ക്രിപ്റ്റിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് അവരുടെ അഭിപ്രായം. അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ കാര്യത്തിലും ഇപ്രകാരം തന്നെയാണ്. ഇതാണ് സമയത്തിലുണ്ടാവുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇനി സ്ഥലത്തിൻ്റെ കാര്യത്തിലുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അഥവാ ഒരു പട്ടണത്തിൽ മാത്രമേ ഈ ഡ്രാമ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു പട്ടണത്തിൽ നടക്കുന്ന കാര്യങ്ങളെ മാത്രമേ ഈ ഡ്രാമയിൽ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ. മറ്റുള്ള ദേശങ്ങളിലുള്ള കാര്യങ്ങളൊന്നും ഒരു ഡ്രാമയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ ഡ്രാമയിൽ കാണിക്കുന്നത് കോഴിക്കോട് നഗരമാണെങ്കിൽ ആ കോഴിക്കോട് നഗരം മാത്രമേ ആ ഡ്രാമയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. മറ്റ് സ്ഥലങ്ങളോ ഈ ഡ്രാമയിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ പക്ഷേ ഇതിന് കോർണി എന്ന് പറയുന്ന ആൾ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ എങ്ങോട്ടൊക്കെ ഈ കഥയിലുള്ള ഡ്രാമയിലുള്ള ആൾക്ക് പോകാൻ പറ്റുമോ ആ സ്ഥലങ്ങളൊക്കെ ഇതിന് ഉൾപ്പെടുത്താം. അപ്പോൾ കോഴിക്കോട് സിറ്റി എന്നുള്ള അതാണ് കഥയുടെ പ്ലോട്ടെങ്കിൽ ആ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് 24 മണിക്കൂറിനുള്ളിൽ ഈ കഥാനായകന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഈ കഥയുടെ പ്ലോട്ടുകളായിട്ട് എടുക്കാം എന്നാണ് കോർണി പറയുന്നത്. അതുപോലെ തന്നെ ആ പാരഗ്രാഫിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ ഡ്രാമയിൽ ഒരിക്കലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ സ്റ്റേജിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. സ്റ്റേജിലാണല്ലോ ഡ്രാമ നടക്കുക. ആ നടക്കുന്ന സ്റ്റേജിൽ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല. മറിച്ച് അത്തരം കാര്യങ്ങളൊക്കെ സ്റ്റേജിൻ്റെ പുറത്ത് നിന്ന് ഒരാളിങ്ങനെ പറയുന്ന രീതിയിലാണ് അവതരിപ്പിക്കുക. അല്ലാതെ സ്റ്റേജിൽ അത് പ്രദർശിപ്പിക്കാറില്ല. അതുപോലെ തന്നെ ഈ ഡ്രാമയിൽ ഒരിക്കലും തമാശയും സീരിയസ്നെസ്സും കൂട്ടിക്കലർത്താൻ പാടില്ല. അഥവാ നമ്മൾ പറഞ്ഞ 3ാമത്തെ യൂണിറ്റ് അമലിലുള്ള ആക്ഷനിലുള്ള യൂണിറ്റ്. ഈ ആക്ഷനിലുള്ള യൂണിറ്റ് നമ്മുടെ ബുക്കിൽ പറയുന്നത് വേറെ രീതിയിലാണ്. ഏതായാലും ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഡ്രാമയെ മൊത്തത്തിൽ ആക്ഷനിൽ എന്തിരിക്കണം, ഒരു യൂണിറ്റ് ഉണ്ടാവണം. അഥവാ ഒരു ഡ്രാമ ട്രാജഡി ആണെങ്കിൽ അത് പരിപൂർണമായിട്ട് ട്രാജഡി ആവണം. ഇനി കോമഡി ആണെങ്കിൽ അത് പരിപൂർണമായിട്ട് കോമഡി ആവണം. അല്ലാതെ ട്രാജഡിയും കോമഡിയും മിക്സ് ആക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഡ്രാമയിൽ ഉയർന്ന വ്യക്തിത്വമുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. അഥവാ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ആക്ഷനിലുള്ള യൂണിറ്റ് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഡ്രാമയിലുള്ള ഹീറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്യാരക്ടർ ഒരു വേഷം അണിഞ്ഞു കഴിഞ്ഞാൽ ആ വേഷത്തിൽ തന്നെ തുടരണം. അഥവാ
മറ്റൊരു വേഷം ഇയാൾക്ക് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഹീറോ തുടക്കത്തിൽ നല്ലവനാണെങ്കിൽ ഡ്രാമയിൽ മുഴുവൻ നല്ലവനായിരിക്കണം. തുടക്കത്തിൽ ധീരനാണെങ്കിൽ ഈ ഡ്രാമയിൽ മുഴുവൻ അയാൾ ധീരനായിരിക്കണം. തുടക്കത്തിൽ ദാനശീലനാണെങ്കിൽ ഈ ഡ്രാമയിൽ മുഴുവൻ അയാൾ ദാനശീലനാവണം. അല്ലാതെ ഒരിക്കലും ഓരോ സീനിലും ഹീറോയുടെ സ്വഭാവം മാറുന്ന ആ ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. എല്ലാ സീനിലും ഹീറോക്ക് സെയിം സ്വഭാവം തന്നെ ആയിരിക്കണം. അതാണ് ഈ യൂണിറ്റി, ആക്ഷനിലുള്ള യൂണിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പൊതുവെ അന്ന് കാലത്തുള്ള ഡ്രാമകളൊക്കെ മുൻകാലത്തുള്ള രാജാക്കന്മാരെയോ അല്ലെങ്കിൽ എന്താണ് ദൈവങ്ങളെയോ ഒക്കെ ദേവന്മാരെയോ ഒക്കെ അനുകരിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഡ്രാമയിൽ പറയുന്ന ആ ഒരു വ്യക്തി, ആ ഹീറോ ആരെയാണോ അനുകരിക്കുന്നത് അയാളോട് തന്നെ സാമ്യമായിരിക്കണം. അഥവാ മുമ്പുള്ള ഏതെങ്കിലും ഒരു രാജാവിനെയാണ് ഈ ഹീറോ അനുകരിക്കുന്നെങ്കിൽ ആ രാജാവിനെ പോലെ തന്നെ ഹീറോ ആയിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷാനഗൈസ് ഖാൻ എന്ന് പറയുന്ന ഒരു രാജാവ്, ആ രാജാവിൻ്റെ ഒരു ക്യാരക്ടറാണ് ഈ ഡ്രാമയിൽ ഹീറോ അവതരിപ്പിക്കുന്നത്. ഈ ഷാനഗൈസ് ഖാൻ എന്ന് പറയുന്നത് ഒരു മുടന്തനായിട്ടുള്ള പൊക്കൊക്കെ കുറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഈ ഡ്രാമയിൽ ഹീറോ അയാളുടെ വേഷം ധരിക്കുമ്പോൾ ആ ക്യാരക്ടർ ആവുന്ന സമയത്ത് ഈ ഹീറോവും ഒരു പൊക്കം കുറഞ്ഞ മുടന്തനായിട്ടുള്ള ഒരാളായിരിക്കണം. അല്ലാതെ ഷാനഗൈസ് ഖാന്റെ വേഷം അവതരിപ്പിക്കുമ്പോൾ ഹീറോ ഒരിക്കലും നീണ്ട അല്ലെങ്കിൽ എന്താണ് മുടന്തൊന്നും ഇല്ലാത്ത ഒരാളായിട്ട് നിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഹീറോ ഒരു രാജാവാണെങ്കിൽ രാജാവ് സംസാരിക്കുന്ന ഏത് ഭാഷയിലാണോ ഏത് സ്റ്റൈലിലാണോ ആ സ്റ്റൈലിൽ തന്നെ സംസാരിക്കണം. അല്ലാതെ രാജാവായിട്ട് സാധാരണക്കാരൻ സംസാരിക്കുന്ന സ്ലാങ്ങിൽ ഒരിക്കലും ഹീറോ സംസാരിക്കാൻ പാടില്ല. അടുത്തതായിട്ട് അൽ ഫർഖു ബൈനൽ മദ്രസത്തേനി, ഈ രണ്ട് മദ്രസകൾ, ഈ രണ്ട് സ്കൂളുകൾ അഥവാ ക്ലാസിക്കിൻ്റെയും അതുപോലെ തന്നെ റൊമാൻസിയുടെയും ഈ രണ്ട് സ്കൂളുകൾക്കിടയിലുള്ള വ്യത്യാസം പറയുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ക്ലാസിക്കിയുടെ നോക്കാം. ഹഡ്സൺ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഈ ക്ലാസിക്കിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മൂന്നാക്കി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് ക്ലാസിക്കിയ എന്ന് പറയുന്നത്, മസ്രഹത്തുൽ ക്ലാസിക്കിയ എന്ന് പറയുന്നത് അത് അതിൻ്റെ കണ്ടന്റിനും അതുപോലെ തന്നെ അതിൻ്റെ ശൈലിക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത് കോമഡി ആണെങ്കിൽ കോമഡി ആയിരിക്കണം, ട്രാജഡി ആണെങ്കിൽ ട്രാജഡി ആയിരിക്കണം. കോമഡി ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും ട്രാജിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ട്രാജഡി ആണെങ്കിൽ ഒരിക്കലും അതിൽ കോമഡി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കോമഡി തുടക്കം മുതൽ അവസാനം വരെ കോമഡി ആവണം, അതുപോലെ തന്നെ ട്രാജഡിയും. രണ്ടാമതായിട്ട് പറയുന്നത് ഈ ഡ്രാമയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ സ്റ്റേജിന് പുറത്ത് വെച്ച് അവതരിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങൾ കാണികളോട് ഇങ്ങനെ പറയാം, ആ രീതിയിൽ ഒരിക്കലും ഉണ്ടാവരുത്. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സ്റ്റേജിൽ തന്നെ അവതരിപ്പിക്കപ്പെടണം. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 യൂണിറ്റുകൾ. ഈ 3 യൂണിറ്റുകൾ ഇതിലെ പ്രധാനമാണ്. ഒന്നാമത്തത് വഖത്ത്. വഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ മുഴുവനായിട്ടും ഒരു ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കണം. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള മക്കാന്, ഇതിന്റെ രംഗം ഒന്നായിരിക്കണം. മൂന്നാമതായിട്ടുള്ളതാണ് അതിന്റെ അമല്, അഥവാ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കണം, ഒരൊറ്റ പ്ലോട്ടേ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലാതെ ഇതിൽ എന്താണ് ഒരു സെക്കൻഡറി പ്ലോട്ടോ അല്ലെങ്കിൽ അതിന്റെ കഥയ്ക്കുള്ളിൽ വേറൊരു കഥ, ചെറുകഥ, ആ രീതിയിൽ എന്താണ് ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഹിസ്റ്ററിയിലേക്ക് പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരത്തിലൊന്നും പാടില്ല. കഥയിൽ ഒരൊറ്റ കഥ മാത്രമേ പാടുള്ളൂ, ഒരൊറ്റ പ്ലോട്ട് മാത്രമേ പാടുള്ളൂ. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് മദ്രസത്തു റൊമാൻസിയ, റൊമാൻറ്റിക് സ്കൂൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് കാലം ഈ ക്ലാസിക്കി ആയിട്ടുള്ള ഒരേ ശൈലിയിലുള്ള കാര്യങ്ങൾ കണ്ടുമടുത്തപ്പോൾ, ട്രാജഡി ആണെങ്കിൽ അത് തന്നെ ട്രാജഡി, ആ ഒരു കാര്യം കണ്ടുമടുത്തപ്പോൾ മനുഷ്യർക്കും ഇത് കണ്ടുമടുത്തു. കാരണം മനുഷ്യ പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ് രണ്ട് കാര്യങ്ങൾ, ഒന്ന് തനമ്പും രണ്ട് ഹൊല്ലിയത്തും. ഇത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഒരു കഥയിൽ എന്തായിരിക്കണം, ട്രാജഡി ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ കോമഡി ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഒരു ഹൊല്ലിയത്ത്, പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ എന്താണ്, ഒരുപാട് നിയമങ്ങൾ പറഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നത് പോലെ ആയതുകൊണ്ട് ഇത് മനുഷ്യർക്ക് മടുത്തു. സ്വാഭാവികമായിട്ടും മനുഷ്യരെന്താണ് ഇതെല്ലാം മിക്സഡ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു രീതിയെ ഡ്രാമയിൽ കൊണ്ടുവരാൻ തുടങ്ങി. അതാണ് പിന്നീട് മദ്രസത്തു റൊമാൻസിയ എന്ന് പറഞ്ഞ് പ്രസിദ്ധമായിട്ടുള്ളത്. ഷേക്സ്പിയർ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ മദ്രസത്തു റൊമാൻസിയ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഈ ക്ലാസിക്കിയിൽ പറഞ്ഞിട്ടുള്ള ഈ പ്രിൻസിപ്പിൾസ്, ഈ റൂൾസ് ഒക്കെ പാലിക്കുകയും അതേപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ, അദ്ദേഹത്തിൻ്റെ ഡ്രാമകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ റൊമാൻസി ആയിട്ടുള്ള മദ്രസയുടെ പ്രത്യേകതകൾ കൂടെ പറയുന്നുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹസൻ അതിനെ 3 വീണ്ടും വിഭജിക്കുന്നുണ്ട്. ആദ്യമായിട്ടുള്ളത്, ഒന്നാമതായിട്ട് പറയുന്നത് അൽ ഫിഖ്റത്തുൽ അസാസിയ, അതിനൊരു സെൻട്രൽ തോട്ടായിരുന്നു. അഥവാ ഈ ഡ്രാമയിൽ എല്ലാവിധ കാര്യങ്ങളും മിക്സ് ചെയ്ത് കൊണ്ടുവരും. ഡ്രാമയിൽ സീരിയസും കൊണ്ടുവരും, അതുപോലെ തന്നെ കോമഡിയും കൊണ്ടുവരും. പൂർണ്ണമായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള ഡ്രാമകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അത്തരത്തിലുള്ള മിക്സഡ് ആയിട്ടുള്ള ഡ്രാമയിൽ എന്താണ്, കോമഡിയും ട്രാജഡിയും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഡ്രാമകൾ വരാൻ തുടങ്ങി. രണ്ടാമതായിട്ടുള്ളത്, ഒരേ സമയം തന്നെ സ്റ്റേജിൽ നറേഷനും അതേപോലെ തന്നെ ആക്ടിങ്ങും നടക്കുകയാണ്. അഥവാ സെർദ് അമലും, ഈ 2 കാര്യങ്ങളും, ആക്ടിങ് അവിടെ നടക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ കഥയുടെ നറേഷൻ, കഥ പറച്ചിലും അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു രീതിയിലായി മാറി. അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളത്, നമ്മുടെ ക്ലാസിക്കിയിൽ പറഞ്ഞിരുന്ന ആ 3 വഹദാത്തുകൾ, ആ 3 യൂണിറ്റുകൾ, അതിനെ പൂർണ്ണമായിട്ടും നിരസിച്ചു. ഇവിടെ എന്തില്ല, ഈ നിശ്ചയ ഒരു 24 മണിക്കൂർ എന്നില്ല, മറിച്ച് എന്ത് ചെയ്യാം,
ഒരു മാസമോ അല്ലെങ്കിൽ അതിനേക്കാൾ അധികരിച്ചാണ് സമയമെടുക്കാം ഒരു ഡ്രാമയിൽ. അതേപോലെ തന്നെ ഇത് സ്ഥലത്തിലും പരിധിയില്ല. കഥ മുഴുവനായിട്ടും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവണം എന്നില്ല. മറിച്ച് എന്താണ്, ആവശ്യമെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള കഥകളും അവതരിപ്പിക്കാം. അതേപോലെ തന്നെ ഈ കഥ പൂർണ്ണമായിട്ടും അതിലെന്താണ് ഒരൊറ്റ പ്ലോട്ട് മാത്രമേ പറ്റുള്ളൂ, അങ്ങനെയും ഇല്ല. മറിച്ച് എന്താണ്, ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സെക്കൻഡറി ആയിട്ടുള്ള പ്ലോട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലേക്ക് തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള സ്റ്റോറികളൊക്കെ കഥയിൽ കൊണ്ടുവരാം. പക്ഷേ ഇതെന്തായിരിക്കണം, ഈ സെൻട്രൽ ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്കിനോട് യോജിച്ചിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറികളായിരിക്കണം കൊണ്ടുവരേണ്ടത്. അത് മൊത്തത്തിലുള്ള നാടകത്തിന് സ്റ്റോറി ഉണ്ടാവണം. അതിനെന്താണ് സെക്കൻഡറി ആയിട്ട് ചെറു സ്റ്റോറികൾ എന്ത് ചെയ്യാം, ആ നാടകത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവാം. അടുത്തതായിട്ട് ഡ്രാമയുടെ അടിസ്ഥാനപരമായിട്ടുള്ള എലമെൻസിനെയാണ് പറയുന്നത്. ഡ്രാമ ഒരുപാട് അടിസ്ഥാനപരമായിട്ടുള്ള എലമെൻസിൽ നിന്നുണ്ടാവുന്നതാണല്ലോ. ഈ ഡ്രാമയിൽ പ്രധാനമായിട്ടും വേണ്ടത് ഒരു കിസ്സ, ഒരു കഥ വേണം. അതേപോലെ തന്നെ അമല്, ആക്ടിങ് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ടുള്ളത് ഒരു ഹഷ്വത്തുൽ മസ്രഹ്, അഥവാ ഈ ഡ്രാമയുടെ സ്റ്റേജുമാണ്. സ്റ്റേജ്, ആക്ടിങ്, സ്റ്റോറി, ഇത് മൂന്നും പ്രധാനപ്പെട്ടുള്ള എലമെന്റ്സ് ആണ്. അതേപോലെ തന്നെ മറ്റുള്ള എലമെന്റ്സ് കൂടെ നോക്കാം. ഒന്നാമത് ഹൈബുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്ലോട്ട്. രണ്ടാമത്തത് ഫിഖറത്തു റഈസിയ, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ്. മൂന്നാമത്തത് ബിദായ, കഥയ്ക്ക് ഒരു തുടക്കം വേണം. നാലാമത് ഷഖ്സിയാത്ത്, ഒരുപാട് ക്യാരക്ടേഴ്സ് ആണ്. അതേപോലെ തന്നെ തദ്ബീറുൽ അദ്വാർ, റോളുകളൊക്കെ മാനേജ് ചെയ്യുക. അഞ്ചാമതായിട്ടുള്ള ഹൈവാർ, കോൺവെർസേഷൻ, സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കണം ഡ്രാമയിൽ. ആറാമതായിട്ടുള്ളത് സിറാ ആണ്, അഥവാ കഥയിൽ എന്തുണ്ടായിരിക്കണം, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണം. ഇങ്ങനെ കഥ ഇങ്ങനെ തുടങ്ങി പിന്നെ എന്തെങ്കിലും എന്താണ് നടന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണം, ആ രീതിയിലായിരിക്കണം. പിന്നീട് ഏഴാമതായിട്ടുള്ളത് കിമ്മത്തു സിറാ, ഈ കോൺഫ്ലിക്റ്റ്, ഈ പ്രശ്നത്തിന് എന്ത് ചെയ്യണം, അതിന്റെ ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് എട്ടാമത്തെ എന്താണ് അന്നിഹായ, ആ കഥ ഒരു അവസാനിക്കണം. അഥവാ ഈ പ്രശ്നങ്ങൾ ഹൈ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് അതെന്ത് ചെയ്യണം, ആ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിൽ കഥ അവസാനിക്കുകയും വേണം. ഇങ്ങനെ 8 അടിസ്ഥാനപരമായിട്ടുള്ള എലമെന്റ്സ് കൂടെ കഥയ്ക്കുണ്ട്, നമ്മുടെ ഡ്രാമയ്ക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് അദബുൽ അറബി സാഹിത്യവും അതുപോലെ തന്നെ ഡ്രാമയുമാണ് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.